ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഫാമിലി സ്പീക്കർ. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നൊരു കപ്പപ്പുഴുക്ക് ഉണ്ടാക്കിയാലോ. നമ്മളിന്ന് കപ്പേൻ്റെ കൂടെ കപ്പ മാത്രമല്ല കേട്ടോ പുഴുകുന്നത്, അതിൻ്റെ കൂടെ പച്ചക്കായും പിന്നെ നമ്മുടെ വാഴയുടെ കാമ്പില്ലേ അതും കൂടി മിക്സ് ചെയ്തിട്ടോ, എന്നാൽ വേറെ തന്നെ ടേസ്റ്റ് ആയിരിക്കും. കപ്പയുടെ തൊലിയൊക്കെ കളയുക, എന്നിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കുക. കപ്പ പെട്ടെന്ന് വേവാൻ വേണ്ടി നമ്മൾ ചെറുതായിട്ട് മുറിച്ചിട്ടാട്ടോ കപ്പ ഉണ്ടാക്കാറ്. വലുതായി കട്ട് ചെയ്തിട്ടുണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷെ ഇതാകുമ്പം പെട്ടെന്ന് വെന്ത് കിട്ടും. കപ്പയൊക്കെ വെട്ടി വൃത്തിയാക്കിയതിന് ശേഷം അമ്മ കാമ്പ് വൃത്തിയാക്കാൻ തുടങ്ങി. ഈ ഒരു പഴക്കൊല ഞങ്ങളെ പറമ്പിലുണ്ടായതാട്ടോ. അമ്മ അതിൽ നിന്ന് കുറച്ച് പഴം എടുത്തിട്ട് അതും കൂടി മിക്സ് ചെയ്തിട്ടാട്ടോ കപ്പപ്പുഴുക്ക് ഉണ്ടാക്കിയത്. പിന്നെ പച്ചക്കായ മഞ്ഞൾ വെള്ളത്തിലിട്ട് വെക്കുന്ന അതിൻ്റെ കറ പോകാൻ വേണ്ടിയിട്ടാട്ടോ. കപ്പ ആദ്യം നമ്മൾ വേവിച്ചെടുത്തു, കാരണം അത് വേവാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. കപ്പ നമ്മൾ ആദ്യം തന്നെ വേവിച്ചെടുക്കും. പിന്നെ ഒരു കുക്കറിൽ നമ്മൾ പച്ചക്കായും കാമ്പും ഇടുമ്പോൾ അതിൻ്റെ കൂടെ കപ്പ ഇട്ടിട്ട് ബാക്കി കൂടി വേവിക്കുക കേട്ടോ ചെയ്യുക. പിന്നെ ഉപ്പ്, മഞ്ഞൾ, മുളക്, പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ചൂടാക്കും. കപ്പയുടെ കൂടെ കഴിക്കാനുള്ള മീൻകറി കേട്ടോ ഇത്. ഈ ഒരു കോംബോ വേറെ തന്നെയാണ്. ഇത് കപ്പയിലേക്ക് ഇടേണ്ട അരപ്പാണ്. കുറച്ച് തേങ്ങയും ചെറിയ ഉള്ളിയും പച്ചമുളകും കുറച്ച് ഉപ്പും ഇട്ടിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് അതാണ് നമ്മൾ കപ്പയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. രണ്ട് വിസിലടിച്ചതിന് ശേഷം കുക്കറിൻ്റെ വിസിലൊക്കെ കളഞ്ഞ് അതിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ വേണ്ടത്. പിന്നെ അതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൽ കുറച്ച് കടുക് പൊട്ടിച്ച് ഒഴിച്ചാൽ മതി. നമ്മുടെ കപ്പപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്.